ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ASMൻ്റെ 40 ഡേയ്സ് സ്റ്റഡി പ്ലാനിൽ ഡേ 17 ആൻഡ് 18 എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ പഠനമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു വിശ്വസിക്കുന്നു. നിങ്ങളുടെ കമൻസ് ഒക്കെ രേഖപ്പെടുത്തുക കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ പഠനം നന്നായിട്ട് പോകുന്നുണ്ടോ, കംപ്ലീറ്റ് ആകുന്നുണ്ടോ, ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തെത്തുന്നുണ്ടോ, റിവിഷൻ പോകുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കമൻസിൽ പോരട്ടെ. അപ്പോൾ ഇനി ഡേ 17 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം നോക്കാം. ഫിസിക്സ് ആണ്. ഫിസിക്സിൽ ബലം എന്ന ടോപ്പിക്കാണ് നമ്മൾ പഠിക്കുന്നത്. ബലം എന്ന ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിലുള്ള റാങ്ക് ഫയലൊക്കെ യൂസ് ചെയ്ത് പഠിക്കുക. അതോടൊപ്പം കവർ ചെയ്ത് പോകേണ്ട SCERT ലെസൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ട് 8th സ്റ്റാൻഡേർഡിൽ 10th ചാപ്റ്റർ ബലം എന്ന് പറഞ്ഞിട്ടൊരു ചാപ്റ്റർ ഉണ്ട്, ഓൾഡ് SCERT. ആ ചാപ്റ്റർ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദ്രവബലങ്ങളുമായി ബന്ധപ്പെട്ട് ഓൾഡ് SCERTയിൽ നമ്മുടെ 9th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ചാപ്റ്റർ ദ്രവബലങ്ങൾ, അങ്ങനെ ഈ ചാപ്റ്റർ ഉണ്ട്, നല്ലൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്റർ പഠിക്കാം. അത് കഴിഞ്ഞ് 9th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്റർ, അതായത് ന്യൂ SCERTയിൽ 9th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്റർ പ്ലവക്ഷമ ബലം. അങ്ങനെ 3 ചാപ്റ്റേഴ്സാണ് ബലവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ SCERT ലെസൺസ് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? ക്ലിയർ. ഇനി അടുത്തത് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കണം. ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് പഠിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് ഒക്ടോബർ 2024 പഠിക്കാം. ഒക്ടോബർ 2024 പഠിക്കുക. മെയ് 2025 ഓൾറെഡി പഠിച്ചല്ലോ, അത് റിവിഷൻ ചെയ്തെടുക്കാം കേട്ടോ. അതുകൂടാതെ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ട് കഥാപാത്രങ്ങൾ, കൃതികൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങളും കൃതികളും PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളവ നോക്കി പഠിച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡേ 17 പഠിക്കേണ്ടത്. ഇനി റിവിഷനും ഉണ്ട്. 5 നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെയാണ് റിവൈസ് ചെയ്യേണ്ടത്. ഡേ 5 എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരുന്നു? ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ? മുഖ്യമന്ത്രി, ലോക്സഭ, രാജ്യസഭ, ഹൈക്കോടതി, CAG, GST കൗൺസിൽ, ഇതൊക്കെയല്ലേ നമ്മൾ പഠിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങളിൽ ഡേ 5 പഠിച്ച കാര്യങ്ങൾ. അതുകൂടാതെ മാർച്ച് 2025 ജാനുവരി 2025 കറണ്ട് അഫയേഴ്സ് പഠിച്ചല്ലേ. പിന്നെ ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു. പിന്നെ വരുന്നൊരു SCERT ലെസണും ആയിരുന്നു അല്ലേ. ആ ഒരു SCERT ലെസണും കൂടെ കൂട്ടി നിങ്ങൾ ഡേ 5 റിവിഷൻ ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഡേ 18 എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം നോക്കണ്ടേ. ഫിസിക്സിലെ തന്നെ പ്രകാശം, വളരെ വലിയൊരു ടോപ്പിക്കാണ് പ്രകാശം എന്ന് പറയുന്നത്. ആ ഒരു ടോപ്പിക്ക് പഠിക്കണം. അപ്പോൾ ഈ പ്രകാശം എന്ന ടോപ്പിക്ക് കവർ ചെയ്ത് പോകുന്ന SCERT ലെസൺസ് ഏതൊക്കെയാണെന്ന് പറയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ലെസണാണ്. 10th സ്റ്റാൻഡേർഡിലെ 4th ചാപ്റ്റർ പ്രകാശത്തിൻ്റെ പ്രതിപതനം, അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിലെ 5th ചാപ്റ്റർ ഉണ്ട് പ്രകാശത്തിൻ്റെ അപവർത്തനം. ഈ 2 ചാപ്റ്റേഴ്സ് ക്രിസ്റ്റൽ ക്ലിയർ ആക്കി പഠിച്ചു വയ്ക്കണം. കാരണം ഈ ചാപ്റ്ററിൻ്റെ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ്. പ്രകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക പോയിൻറ്സും വരുന്നത് ഈ 2 ചാപ്റ്റേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് എന്തായാലും പഠിക്കണം. ഇനി അടുത്തത് സുപ്രധാന നിയമങ്ങളിൽ നിന്നൊരു ടോപ്പിക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പോക്സോ നിയമമാണ് കേട്ടോ. പോക്സോ നിയമം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. കാരണം അതിൻ്റെ ബേസ് ലെവലിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് പോയാൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസിങ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പോക്സോ നിയമങ്ങളൊക്കെ പഠിക്കണം. ഇനി അടുത്തത് മാത്സിൽ ദശാംശ സംഖ്യകൾ എന്ന ടോപ്പിക്കാണ് പഠിക്കേണ്ടത്. മാത്സ് ദശാംശ സംഖ്യകൾ. മലയാളത്തിൽ പിരിച്ചെഴുത്തും ചേർത്തെഴുത്തും നമുക്ക് ഒപ്പം പഠിച്ചു പോകാവുന്ന 2 ടോപ്പിക്സാണ്. അപ്പോൾ അത് രണ്ടുമാണ് മലയാളത്തിൽ പഠിക്കേണ്ടത്. അതുകൂടാതെ തന്നെ ഡേ 6 ടോപ്പിക്സ് റിവിഷൻ ചെയ്യണം. ഡേ 6 എന്തൊക്കെ ടോപ്പിക്സാണ് നമ്മൾ പഠിച്ചത്? ധനകാര്യ കമ്മീഷൻ പഠിച്ചു, അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചില്ലേ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അങ്ങനെ ആ ഭാഗത്ത് പഠിച്ചു. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് മറിച്ച് നോക്കുക. അപ്പോൾ ആ ഡേ 6 കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക. അതോടൊപ്പം മാത്സിൽ സാധാരണ പലിശ എന്നൊരു കുഞ്ഞു ടോപ്പിക് കൂടി പഠിച്ചിട്ടുണ്ട്. മലയാളത്തിലാണെങ്കിൽ വാക്യശുദ്ധിയും പഠിച്ചു. പിന്നെ പഠിച്ച SCERT ലെസൺ 9th സ്റ്റാൻഡേർഡിലെ 7th ലെസണാണ് ജനാധിപത്യത്തിൻ്റെ വ്യാപനം സ്ഥാപനങ്ങളിലൂടെ. ന്യൂ SCERT ആയിരുന്നേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ റിവിഷനും ചെയ്യുക, പറഞ്ഞ ടോപ്പിക്ക് പഠിക്കുകയും ചെയ്യണം. ഓക്കെ, സമയം കണ്ടെത്തണം. കൂടുതൽ സമയം ഓരോ ദിവസവും നമ്മൾ കണ്ടെത്തണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ടോപ്പിക്ക് കവർ ചെയ്ത് റിവിഷനും കംപ്ലീറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. എക്സാമിന് വളരെ ചുരുക്കം ദിവസങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള പോലെ നിങ്ങൾക്ക് കിട്ടുന്ന ടൈം ടേബിൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ, മീൻസ് നിങ്ങൾക്ക് ചില ടോപ്പിക്സ് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ അറിയാത്ത ടോപ്പിക്സിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് അങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് ASMന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ CPO, WCPO എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനലൊന്ന് എത്തിക്കണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ ലൈക്സും കമൻസും എല്ലാം പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഓൾ.